ഹലോ ഫ്രണ്ട്സ്, ഇഗ്നു ലേണേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ ഒരു പോർഷൻ ആണ്. നമുക്ക് ഓൾറെഡി അറിയാം, ഇഗ്നുവിൽ BPSC 134 ആ ഒരു പേപ്പറിൽ ആദ്യത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള മൗര്യൻ ആൻഡ് ഗുപ്ത പീരീഡ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, അപ്പം ഇൻ ദിസ് സെഷൻ വി ഷോൾ ഡിസ്കസ് മൗര്യൻ ആൻഡ് ഗുപ്ത അഡ്മിനിസ്ട്രേഷൻ ഫ്രം ദ ഏൻഷ്യന്റ് പീരീഡ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. ഇതിൽ നമ്മൾ പഠിക്കുന്നത് മൗര്യൻ ആൻഡ് ഗുപ്ത അഡ്മിനിസ്ട്രേഷൻ ആണ്. അതിൽ പ്രധാനമായിട്ട് പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷനും ലോക്കൽ അഡ്മിനിസ്ട്രേഷനും ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആണ് നോക്കുന്നത്. ദ കിങ്ഡം വാസ് ഡിവൈഡഡ് ഇൻ ടു പ്രൊവിൻസസ്. ഓൾറെഡി അറിയാം, കിങ്ഡം പ്രൊവിൻസസ് ആയിട്ട് പ്രവിശ്യകളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദ പ്രൊവിൻഷ്യൽ ഗവർണർ യൂഷ്വലി ബിലോങ് ടു ദ റോയൽ ഫാമിലി. സാധാരണ പ്രൊവിൻഷ്യൽ ഗവർണർ എവിടെയുള്ള ആളാണ്? റോയൽ ഫാമിലിയിലുള്ള ആളാണ്. ആൻഡ് വാസ് അപ്പോയിന്റഡ് ഡയറക്ട്ലി ബൈ ദ കിങ്. അപ്പം പ്രൊവിൻഷ്യൽ ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരായിരുന്നു? കിങ് ആയിരുന്നു. During Ashoka's rule, there were 4 viceroy with headquarters at Takshashila, Ujjain, Toshali, Suvarnagila. അപ്പം അശോകന്റെ കാലഘട്ടത്തില് 4 വൈസ്രോയിസിന് there were 4 viceroys, 4 viceroys ഉണ്ടായിരുന്നു. അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയൊക്കെയാണ്? തക്ഷശില, ഉജ്ജയിൻ, തൗശാലി ആൻഡ് സുവർണഗിരി. The provincial viceroy of the Mauryan Empire were generally assisted by the Council of Ministers. അപ്പോൾ വൈസ്രോയ്സിനെ അസിസ്റ്റ് ചെയ്യാൻ ആരുണ്ടായിരുന്നു? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഹു വെയർ ഓഫ് ദ സ്റ്റാറ്റസ് ഓഫ് മഹാമാത്രാസ്. അവരുടെ അധികാര പദവി അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് എന്താണ്? മഹാമാത്രാസ് എന്ന സ്റ്റാറ്റസ് ആണ്. മഹാമാത്രാസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, മിനിസ്റ്റേഴ്സിനെയാണ് മഹാമാത്രാസ് എന്ന് നമ്മൾ പറയുന്നത്. ദ ഗുപ്താസ് ചേഞ്ച് ദ പാറ്റേൺ ഓഫ് പ്രൊവിൻഷ്യൽ സെറ്റപ്പ്. ആ മുകളിൽ പറഞ്ഞിട്ടുള്ള പ്രൊവിൻഷ്യൽ സെറ്റപ്പ് ആര് വന്നു? ഗുപ്ത പീരീഡിൽ ഗുപ്താസ് അത് ചേഞ്ച് ചെയ്തു. ദ ഗുപ്ത എംപറർ അപ്പോയിന്റഡ് മോസ്റ്റ് കോമ്പീറ്റന്റ് പേഴ്സൺ ആസ് പ്രൊവിൻഷ്യൽ ഗവർണർ. അപ്പൊ ഗുപ്ത എംപറേഴ്സ് എന്താണ് ചെയ്തത്? ഈ പറയുന്ന പ്രൊവിൻഷ്യൽ ഗവർണർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തത് കോമ്പീറ്റന്റ് ആയിട്ടുള്ള പേഴ്സൺസിനെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ മൗര്യൻ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷനിൽ അവർ വൈസ്രോയ്സിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ വൈസ്രോയ്സ് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല വൈസ്രോയ്സിനെ അപ്പോയിന്റ് ചെയ്തിരുന്നത്. ഇല്ല, റോയൽ ഫാമിലീസിലുള്ള മെമ്പേഴ്സിനെയാണ് വൈസ്രോയ്സ് ആയിട്ട് അവർ അപ്പോയിന്റ് ചെയ്തിരുന്നത്. നേരെ മറിച്ച് ഗുപ്ത പീരീഡിലോട്ട് വരുമ്പോൾ അവര് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് കോമ്പീറ്റന്റ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ ആയിരുന്നു. ഓക്കെ, അവരെ വിളിച്ചിരുന്നത് എന്തെന്നാണ്? ഉപാരിക എന്നാണ്. പ്രൊവിൻഷ്യൽ ഗവർണറിനെ വിളിച്ചിരുന്നത് ഉപാരിക എന്നാണ്. Provinces had branches of almost all the departments working at the center. The category of provincial officials include അപ്പം പ്രൊവിൻഷ്യൽ ഒഫീഷ്യൽസിൽ വരുന്ന ആരൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് കുമാരമത്യ എന്ന് പറയുന്നത് ആരാണ്? ചീഫ് മിനിസ്റ്റർ ആണ്. പിന്നെ വരുന്നത് രണഭണ്ഡാധികാരണ എന്ന് പറഞ്ഞാൽ ഓഫീസ് ഓഫ് ദ മിലിറ്ററി. ദണ്ഡ പാസാധികരണ എന്ന് പറഞ്ഞാൽ ചീഫ് ഓഫ് പോലീസ്. മഹാദണ്ഡ നായക ചീഫ് ജസ്റ്റിസ്. ഭട്ടാസുപതി ചീഫ് സെൻസർ. മഹാപ്രതിഹാര ചീഫ് ഷെമ്പേർലിയൻ. ഷെമ്പേർലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ കാര്യസ്ഥൻ എന്നൊക്കെ ഉള്ള ഒരു മീനിങ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഗുപ്തയുടെ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. രണ്ടുപേരുടെ നോക്കണം. ദ പ്രൊവിൻസസ് വെയർ, ഈ പറയുന്ന പ്രൊവിൻസസിനെ വീണ്ടും ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദ പ്രൊവിൻസസ് വെയർ ഡിവൈഡഡ് ഇൻറ്റു ഡിവിഷൻസ്. അതിൽ വരുന്നത് വിഷയ ഓർ ഭോഗ ഇൻ ദ നോർത്ത്. അപ്പൊ ഡിവിഷൻസിനെ നോർത്തിൽ വിളിച്ചിരുന്നത് വിഷയ അഥവാ ഭോഗ എന്നാണ്. നമ്മൾ സൗത്തിൽ കോട്ടംസ് അഥവാ വളനാട് എന്നാണ് വിളിച്ചിരുന്നത്. ദ അതർ യൂണിറ്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഡിസെൻഡിങ് ഓർഡർ വേർ ദ ഡിസ്ട്രിക്ട്. ആദ്യമേ ഡിസ്ട്രിക്റ്റ് ആണ്. ഡിസ്ട്രിക്റ്റിനെ അടിസ്ഥാന എന്നാണ് നോർത്തിൽ പറഞ്ഞിരുന്നത്. ഖുറം എന്നാണ് സൗത്തിൽ പറഞ്ഞിരുന്നത്. അതിനുശേഷം വരുന്നത് ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് ആണ്. ഗ്രൂപ്പ് ഓഫ് വില്ലേജസിനെ അഗ്രഹാര എന്നാണ് നോർത്തിൽ പറഞ്ഞിരുന്നത്. ഖുറം എന്നാണ് സൗത്തിൽ പറഞ്ഞത്. ഇൻ മൗര്യൻ എംപയർ പ്രദേശികാസ് ഓർ പ്രദേശ് ലുക്ഡ് ആഫ്റ്റർ ദ ഡിവിഷൻസ്. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു ഡിവിഷൻസ് നോക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ ഡിവിഷൻസ് ആരുടെ കീഴിലാണ്? പ്രദേശികയുടെ കീഴിലാണ്. ആൻഡ് ദ രാജുഗാസ് ദ ഡിസ്ട്രിക്ട്. രാജുഗാസ് ആരുടെ കീഴിലാണ്? ഡിസ്ട്രിക്ട് ആരുടെ കീഴിലാണ്? രാജുഗാസിന്റെ കീഴിലാണ്. ദ പ്രദേശ് വെയർ ചാർജ്ഡ് വിത്ത് ദ എക്സിക്യൂട്ടീവ് ജുഡീഷ്യൽ റവന്യൂ ഫംഗ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രദേശികയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഇത് മൂന്നുമുണ്ട്. എന്തൊക്കെയാണ്? എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യൽ ഉണ്ട്, റവന്യൂ ഫംഗ്ഷൻസ് ഉണ്ട്. While the Rajugas were to collect the land revenue, promote trade and industry, carry out public work like road and channels for irrigation. അപ്പൊ രാജുഗാസിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ലാൻഡ് റവന്യൂ കളക്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി പ്രൊമോട്ട് ചെയ്യുക, പബ്ലിക് വർക്കുകൾ നടത്തുക,
റോഡും ചാനൽസ് ഫോർ ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള ചാനൽസ് ഒക്കെ എന്ത് ചെയ്യുക, അതുപോലുള്ള വർക്കൊക്കെ നടത്തിയിരുന്നത് ആരാണ്, അല്ലെങ്കിൽ നോക്കി നടത്തിയിരുന്നത് രാജുദാസ് ആണ്. ഓക്കെ, ഇനി എന്താണ്, അക്കോർഡിംഗ് ടു കൗഡില്യ ദ സ്ഥാനിക ഹാഡ് 800 വില്ലേജസ് അണ്ടർ ഹിം. അപ്പൊ എന്താണ്, കൗഡില്യന്റെ അഭിപ്രായത്തിൽ സ്ഥാനികയ്ക്ക് 800 വില്ലേജസ് ആണ് അദ്ദേഹത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്നത്. ദ്രോണമുഖയ്ക്ക് 400, അതേപോലെ തന്നെ കർവത്തിക എന്ന് പറയുമ്പോൾ 200, സംഗ്രഹണ അഥവാ ഗോബയുടെ കീഴിൽ വന്നിരുന്നത് 10 വില്ലേജസ് ആണ്. ഓക്കെ, അത് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അത് ടേംസ് കുറച്ച് പാടായതുകൊണ്ടാണ് പറഞ്ഞത്, വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് എന്താണ്, നമ്മൾ മൗര്യൻ പറഞ്ഞത് കൊണ്ടാണ് അതിൽ കൗഡില്യനെ ആഡ് ചെയ്തത്. ഓക്കെ, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഡ്യൂറിംഗ് ദ ഗുപ്ത പീരീഡ് വാസ് വെൽ ഓർഗനൈസ്ഡ്. ഗുപ്ത പീരീഡിൽ വരുമ്പം അവരുടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. എ നമ്പർ ഓഫ് ഡിസ്ട്രിക്ട് ഫോംഡ് എ ഭുക്തി. കുറേയധികം ഡിസ്ട്രിക്ട് ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്, ഭുക്തി ഉണ്ടാകുന്നത്. വൈൽ ദ ഡിസ്ട്രിക്ട് വാസ് കോൾഡ് വിഷയ, ഡിസ്ട്രിക്റ്റിനെ വിളിച്ചിരുന്ന വിഷയ എന്നാണ്. ദ ബുക്തീസ് വെർ ഇൻ ചാർജ് ഓഫ് ഓഫീസേഴ്സ് നോൺ as ഉപാരികാസ്. അപ്പം ബുക്തീസ് ആരുടെ കീഴിലായിരുന്നു, ഉപാരികയുടെ കീഴിലായിരുന്നു. ഹു വെർ അപ്പോയിന്റഡ് ബൈ എംപറർ ഹിംസെൽഫ്. അപ്പൊ ഉപാരികയെ അപ്പോയിന്റ് ചെയ്തിരുന്ന ആരായിരുന്നു, എംപറർ ആയിരുന്നു. ദ വിഷയാസ് വെർ ഗവേൺഡ് ബൈ വിഷയപതീസ്. അപ്പം വിഷയാസ് ആരുടെ കീഴിലാണ്, വിഷയപതീസിന്റെ കീഴിലായിരുന്നു. അവരെ അപ്പോയിന്റ് ചെയ്തിരുന്ന ഒന്നുകിൽ ഉപാരികാസ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ എംപറർ ഡയറക്റ്റ് ആയിട്ടും വിഷയപതീസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, വിഷയപതീസിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ദ ഓഫീസ് ഓഫ് ദ വിഷയപതി വാസ് വെൽ ഓർഗനൈസ്ഡ്. അവരുടെ ഓഫീസ് എന്ന് പറയുന്നത് വെൽ ഓർഗനൈസ്ഡ് ആണ്. ആൻഡ് യൂസ് ടു കീപ് റെക്കോർഡ്സ്. അവര് റെക്കോർഡ്സ് എല്ലാം തന്നെ കൃത്യമായിട്ട് സൂക്ഷിച്ചിരുന്നു. ആൻഡ് ഫയൽസ് എല്ലാം എന്ത് ചെയ്തിരുന്നു, അവര് റെക്കോർഡ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റെക്കോർഡ്സും അവര് സൂക്ഷിച്ചു വെച്ചിരുന്നു. പിന്നെന്താണ്, പുഷ്ടപാല വാസ് ദ കസ്റ്റോഡിയൻ ഓഫ് റെക്കോർഡ്സ്. ആ റെക്കോർഡ്സിന്റെ ഒരു കസ്റ്റോഡിയൻ ആയിട്ട്, അതിന്റെ ഒരു കാത്തു സൂക്ഷിപ്പുകാരനായിട്ടുള്ളത് ആരാണ്, പുഷ്ടപാലയാണ്. The subordinate staff of the district administration consisted of officers described as yuktas, niyuktas, vyabratas and adhikritas. അപ്പം എന്താണ്, the subordinate staff of district administration, district administrationലുള്ള subordinate staff, ഇവരുടെ കീഴിലുള്ള സ്റ്റാഫ്സ് ആരൊക്കെയാണ്, യുക്താസ്, നിയുക്താസ്, വ്യാബ്രതാസ്, അധികൃതാസ്, ഇത്രയും സബോർഡിനേറ്റ്സ് ആണ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്, മൗര്യൻ ആൻഡ് ഗുപ്ത അഡ്മിനിസ്ട്രേഷനിൽ പഠിക്കാനുള്ളത്. എക്സാമിന് ഈ ഒരു ഇത് നമ്മൾ ആദ്യത്തെ ബ്ലോക്കിൽ നമുക്ക് ഒരൊറ്റ യൂണിറ്റ് പഠിച്ചാൽ മതി. അതിൽ നമുക്ക് മൗര്യൻ ആൻഡ് ഗുപ്ത പീരീഡ് അഡ്മിനിസ്ട്രേഷൻ നോക്കണം, അതേപോലെ തന്നെ മുഗൾ അഡ്മിനിസ്ട്രേഷൻ നോക്കണം, ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ നോക്കണം. ഇതിൽ നിന്ന് എക്സാമിന് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. എവിടെ നിന്ന് ചോദിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ,